നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസും പാരലലും കോമ്പിനേഷൻ പഠിച്ചതാണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനുമാണ്. അതിൽ ആദ്യത്തത് സെൽസ് ഇൻ സീരീസ്. ഇതിൽ നമുക്ക് 3 കേസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തത് n സെൽസ് ഓഫ് സെയിം EMF ആൻഡ് സെയിം ഇന്റേണൽ റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഇവിടെ നിങ്ങൾക്ക് n സെല്ലുകൾ കാണാൻ പറ്റും. എല്ലാ സെല്ലുകൾക്കും ഒരേ EMF ആണ്. എല്ലാ സെല്ലുകൾക്കും ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇനി സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെയാണ് സെല്ലുകളെ കണക്ട് ചെയ്തതെന്ന് നോക്കുക. ഫസ്റ്റ് സെല്ലിന്റെ നെഗറ്റീവ് സെക്കൻഡ് സെല്ലിന്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് മൂന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവിലേക്ക്. അപ്പോൾ ഒരു സെല്ലിന്റെ നെഗറ്റീവ് അടുത്ത സെല്ലിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്നാണ് പറയുക. ഇനി ഈ സെല്ലുകളെല്ലാം ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റെസിസ്റ്ററിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യും. കണ്ടില്ലേ നിങ്ങൾ, എല്ലാ സെല്ലുകളും ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്യുമ്പം ഈ സെല്ലിലൂടെ ഒരു കറന്റ് I ഫ്ലോ ചെയ്യും. നമുക്ക് കാണേണ്ടത് ഈ Iന്റെ വാല്യൂ ആണ്. ഈ സർക്യൂട്ടിലെ ടോട്ടൽ EMF എന്താ വരിക? ഒരു സെല്ലിന്റെ EMF E ആണെങ്കിൽ n സെല്ലുകളുടെ EMF വരിക NE. അപ്പോൾ ഈ സെല്ലിന്റെ EMF 1.5 വോൾട്ട്, രണ്ടാമത്തെ സെല്ലിന്റെ EMF 1.5 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെല്ലുകളുടെയും കൂടി ടോട്ടൽ EMF വരിക 1.5 പ്ലസ് 1.5 ഈക്വൽസ് 3 വോൾട്ട് എന്നാണ് വരിക. ഇനി ഇവിടെ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോളർ ആണ്. അങ്ങനത്തെ n സെല്ലുകളുണ്ട്. റെസിസ്റ്റേഴ്സ് സീരീസ് കോമ്പിനേഷനിലാണ്. അതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ വരിക? R പ്ലസ് R പ്ലസ് R പ്ലസ് R അല്ലേ എന്ന് പറഞ്ഞാൽ NR. നമ്മൾ കറണ്ടിന്റെ ഫോർമുല, നമുക്ക് ഈ കറണ്ട് I എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിന്റെ ഫോർമുല കറണ്ട് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാണ്. ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ NE ആണ് വരിക. ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് NR ആണ്. സോ യു വിൽ ഗെറ്റ് I ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR. ഇനി സെല്ലുകളുടെ EMF ഡിഫറെൻ്റ് ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. ഈ സർക്യൂട്ട് നോക്കുക. യു ആർ ഹാവിങ് 2 സെൽസ്. ആദ്യത്തെ സെല്ലിന്റെ EMF E1, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. രണ്ടാമത്തെ സെല്ലിന്റെ EMF E2, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ഇങ്ങനെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെല്ലിന്റെ നെഗറ്റീവ് മറ്റേ സെല്ലിന്റെ പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. സോ യു ആർ ഹാവിങ് 2 cells of different EMF and different internal resistance connected in series. ഇതിനെ നമ്മളൊരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഈ കോമ്പിനേഷനെ. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. നമ്മൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കാണാൻ പോകണം. നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ തുടങ്ങാം. നിങ്ങൾക്കറിയാം ഒരു സീരീസ് കോമ്പിനേഷനിൽ ഉള്ള കറണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ഇതിനെ ക്രോസ് ആയിട്ടുള്ള PD-യും ഇതിനെ ക്രോസ് ആയിട്ടുള്ള PD-യും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ടുള്ള PD V1 എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ V1ന്റെ ഫോർമുല എന്താ വരിക? V is equal to E minus IR എന്നാ അല്ലേ. അപ്പോൾ V1ന്റെ ഫോർമുല എന്താ വരിക? E1 minus I into R1. അതേപോലെ ഇതിനെ ക്രോസ് ആയിട്ടുള്ള PD നമുക്ക് V2 എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ V2ന്റെ വാല്യൂ എന്തായിരിക്കും വരിക? V2 ഈക്വൽസ് E2 minus I into R2. ഞാൻ നേരത്തെ പറഞ്ഞു സീരീസ് കോമ്പിനേഷനിൽ സർക്യൂട്ടിലെ കറണ്ട് സെയിം ആയിരിക്കും. ഇവിടെയുള്ള PD V1ഉം ഇവിടെയുള്ള PD V2ഉം ആണെങ്കിൽ ടോട്ടൽ PD എന്തായിരിക്കും വരിക? V ഈക്വൽസ് V1 പ്ലസ് V2. V1ന്റെ V2ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E1 മൈനസ് IR1 പ്ലസ് E2 മൈനസ് IR2. E1 E2 ഒരുമിച്ച് എഴുതുക കേട്ടോ. This is equal to E1 plus E2 minus of I into R1 plus R2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സെല്ലിനെയും സർക്യൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഒരൊറ്റ സെല്ല് അതിൻ്റെ EMF Eയും EMF E ഉള്ള ഒരൊറ്റ സെല്ലിനെ ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്.
ഇതേ റെസിസ്റ്റർ തന്നെ, റെസിസ്റ്റർ മാറ്റണമെന്നില്ല, 2 സെല്ല് മാറ്റിയിട്ട് ഒരൊറ്റ സെല്ല്, അതിന്റെ EMF E ആണ് ഈ ഡയഗ്രത്തിൽ. അപ്പോഴവിടെയുള്ള കറണ്ട് എത്രയാ? I ആണ്. ഈ 2 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോഴുള്ള കറണ്ട് എത്രയാ? I ആണ്. അതിന്റെ അർത്ഥം എന്താ? ഈ 2 സെല്ലിനും പകരമായിട്ട് നമുക്ക് ഈ ഒരു സിംഗിൾ സെല്ല് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ നമ്മൾ ഇഫക്റ്റീവ് EMF എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഇതിനെ ക്രോസ് ആയിട്ടുള്ള PdV ആണെങ്കിൽ V ഈക്വൽസ് E മൈനസ് I ഇൻറ്റു സ്മോൾ r. ഇവിടെയുള്ള കറണ്ട് I ആണ്, ഇവിടെയുള്ള EMF E ആണ്, ഇതിനുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആണ്. സോ യു ക്യാൻ റൈറ്റ് V ഈക്വൽസ് E മൈനസ് IR. ഇനി നിങ്ങൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കമ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുക? വിന്റെ സ്ഥാനത്ത് V ഉണ്ട്, ഇന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? E1 പ്ലസ് E2. ഐന്റെ സ്ഥാനത്ത് I ഉണ്ട്, സ്മോൾ ആറിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? R1 പ്ലസ് R2. സോ യു ക്യാൻ റൈറ്റ് ഫ്രം 1 and 2 you can write the net EMF E equals E1 plus E2 and the internal resistance small r equals R1 plus R2. അപ്പോൾ നമുക്ക് 2 സെല്ലുണ്ട്, 3 വോൾട്ടിന്റെ ഒരു സെല്ലും 2 വോൾട്ടിന്റെ ഒരു സെല്ലും. ആ 2 സെല്ലും നമ്മൾ ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലുകളുടെ ടോട്ടൽ EMF വരിക 3 + 2 = 5 വോൾട്ട്. നമ്മൾ കറണ്ടിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. കറണ്ട് I ഈക്വൽസ് ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാണ്. ടോട്ടൽ EMF എത്രയാണ്? E1 പ്ലസ് E2. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? R, ക്യാപിറ്റൽ R പ്ലസ് R1 പ്ലസ് R2. സോ യു ക്യാൻ റൈറ്റ് ദ കറണ്ട് I ഈക്വൽസ് E1 പ്ലസ് E2 ബൈ ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r1 പ്ലസ് സ്മോൾ r2. ഇനി മൂന്നാമത്തെ കേസ് എടുക്കാം. സർക്യൂട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 2 സെല്ലുണ്ട്. ദേ ആർ ഡിഫറെൻറ്റ് സെൽസ്. EMF E1ഉം R1 ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള ഒരു സെല്ലും EMF E2ഉം R2 ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള രണ്ടാമത്തെ സെല്ലും. ഈ 2 സെല്ലും ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. പക്ഷെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സെല്ലിന്റെ നെഗറ്റീവ് മറ്റേ സെല്ലിന്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So we can say that the two cells are connected in series opposing each other. അങ്ങനെയാണെങ്കിൽ നെറ്റ് EMF വരിക E1 മൈനസ് E2 എന്നാണ്. We are assuming that E1 is greater than E2. ഇനി അതല്ല E2 ആണ് E1നേക്കാൾ കൂടുതൽ എങ്കിൽ നെറ്റ് EMF വരിക E2 മൈനസ് E1 ആണ്. ഇപ്പോൾ ഒരു സെല്ലിന്റെ EMF 5 വോൾട്ടും രണ്ടാമത്തെ സെല്ലിന്റെ EMF 3 വോൾട്ടും ആണെങ്കിൽ ഈ രീതിയിലാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് എങ്കിൽ ഇവിടുത്തെ നെറ്റ് EMF വരിക 5 മൈനസ് 3 ഈക്വൽസ് 2 വോൾട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നെറ്റ് EMF വരിക E1 മൈനസ് E2 എന്നാണ്. നിങ്ങളുടെ what will be the current? Current is equal to total EMF by total resistance. Total EMF E1 minus E2, total resistance capital R plus R1 plus R2. So total current is I is equal to E1 minus E2 divided by capital R plus R1 plus R2. ഇനി അടുത്തത് സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ ആണ്. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഇവിടെ നിങ്ങൾക്ക് M സെല്ലുകൾ കാണാൻ പറ്റും. M സെല്ലുകൾ, എല്ലാ സെല്ലുകൾക്കും ഒരേ EMF ആണ്, എല്ലാ സെല്ലുകൾക്കും ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. They are connected in parallel to an external resistor R. ഇവിടെ we are having M cells, each of EMF E and internal resistance R connected in parallel. പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സെല്ലിന്റെ പോസിറ്റീവും രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവും മൂന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവും അങ്ങനെ എല്ലാ സെല്ലുകളുടെയും പോസിറ്റീവ് ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. എല്ലാ സെല്ലുകളുടെയും നെഗറ്റീവ് ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ആ രീതിയിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് കാണേണ്ടത്
ഈ സർക്യൂട്ടിലുള്ള കറണ്ടാണ്. എല്ലാ സെല്ലുകളും ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്താൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിലൂടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എത്രയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ EMF എത്രയാണ് വരിക? നമുക്ക് M സെൽസ് ഉണ്ട്. എല്ലാ സെല്ലുകളുടെയും EMF E ആണ്. ഒരു പാരലൽ കോമ്പിനേഷനിൽ എത്ര സെല്ലുകൾ ഉണ്ടെങ്കിലും ഒരു സെല്ലിന്റെ EMF മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയുള്ളൂ. ഇപ്പൊ 3 സെല്ലുകൾ എല്ലാത്തിൻ്റെയും EMF 1.5 വോൾട്ട് ആണ്. ആ 3 സെല്ലും നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ നെറ്റ് EMF വരിക 1.5 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ M സെൽസ് ഉണ്ട്. എല്ലാ സെല്ലുകളുടെയും EMF E ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് EMF വരിക E. ടോട്ടൽ EMF is equal to E. ഇനി നമുക്ക് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാണണം. ഇവിടെ ഓരോ സെല്ലിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. നിങ്ങൾക്കറിയാം പാരലൽ കോമ്പിനേഷനിലാണ് ഈ പറഞ്ഞ ഇന്റേണൽ റെസിസ്റ്റൻസുകളൊക്കെ ഉള്ളത്. പാരലൽ കോമ്പിനേഷന്റെ ഫോർമുല എന്താ? 1/R ഈക്വൽസ് 1/R ഇഫക്റ്റീവ് ഈക്വൽസ് 1/R പ്ലസ് 1/R പ്ലസ് എക്സെട്ര അല്ലേ? അങ്ങനത്തെ M സെല്ലുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 1/R ഈക്വൽസ് M/R എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ R ഇഫക്റ്റീവ് എന്താ വരിക? R/M. അപ്പൊ നമുക്ക് ടോട്ടൽ EMF E എന്ന് കിട്ടി. ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R/M എന്ന് കിട്ടി. ഇനി കറണ്ടിന്റെ ഫോർമുല എഴുതുക. The current through the external resistor I equals total EMF by total resistance. ടോട്ടൽ EMF നമ്മൾ കണ്ടതാണ് E. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? ക്യാപിറ്റൽ R പ്ലസ് ഈ ഇന്റേണൽ റെസിസ്റ്റൻസുകളുടെ ഇഫക്റ്റീവ് എത്രയാണ്? R/M. So you can write I equals E divided by capital R plus R/M. നമ്മൾ പാരലൽ കോമ്പിനേഷനിലെ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഇവിടെ you can see 2 cells connected in parallel. The first cell has an EMF E1 and internal resistance R1. The second cell has an EMF E2 and internal resistance R2. അപ്പോൾ 2 different cells ആണ്. We are having 2 cells of EMF E1 and E2 and internal resistances R1 and R2. അപ്പോൾ 2 different സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ what will be the net EMF? ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചിത്രം നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ സെല്ലിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1, രണ്ടാമത്തെ സെല്ലിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. ഈ 2 കറണ്ട് കൂടി ചേർന്ന് I ആയിട്ട് മാറും. യു ക്യാൻ റൈറ്റ് I ഈക്വൽസ് I1 പ്ലസ് I2. ഒരു പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? നമ്മളിതിന് മുന്നൊക്കെ പറഞ്ഞതാ. റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ പറഞ്ഞതാ. ഒരു പാരലൽ കോമ്പിനേഷനിൽ ഇവിടെ ഉള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഇവിടെ ഉള്ള പൊട്ടൻഷ്യലും V ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ Vന്റെ എക്സ്പ്രഷൻ ഒന്ന് എഴുതാൻ പോവാണ്. നിങ്ങൾക്കറിയാം V ഈക്വൽസ് E മൈനസ് IR എന്നാണ് അല്ലേ? അപ്പൊ ആദ്യത്തെ സെല്ലിന്റെ കേസിൽ എന്താ വരിക? V ഈക്വൽസ് E1 മൈനസ് I1 R1. കണ്ടില്ലേ? V ഈക്വൽസ് E1 മൈനസ് I1 R1. ഇതിൽ നിന്നും യു ക്യാൻ റൈറ്റ് ദ വാല്യൂ ഫോർ I1. ഇതിനെ ഇങ്ങോട്ടേക്കും Vനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. യു വിൽ ഗെറ്റ് I1 ഈക്വൽസ് E1 മൈനസ് V ബൈ R1. ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു കേട്ടോ. ഇനി ഇതേപോലെ ഞാൻ പറഞ്ഞു ഇവിടെയും പൊട്ടൻഷ്യൽ V ആയിരിക്കും. പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇവിടുത്തെ അതേ പൊട്ടൻഷ്യൽ അവിടെ വരിക പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ Vന്റെ ഫോർമുല നിങ്ങൾ എങ്ങനെ എഴുതുക? അതുപോലെ തന്നെ V ഈക്വൽസ് E2 മൈനസ് I2 R2. അപ്പോൾ രണ്ടാമത്തെ സെല്ലിൽ യു ക്യാൻ റൈറ്റ് V ഈക്വൽസ് E2 മൈനസ് I2 R2. അതിൽ നിന്ന് നിങ്ങൾക്ക് I2ന്റെ വാല്യൂ കിട്ടും. ഈ കറണ്ട് I2ന്റെ വാല്യൂ കിട്ടും. I2 ഈക്വൽസ് E2 മൈനസ് V ബൈ R2. ഇതാണ് നമ്മൾ ഇക്വേഷൻ 3. അപ്പം നമ്മൾ I1ന്റെയും I2ന്റെയും വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ എങ്ങനെയാ തുടങ്ങിയത്? പാരലൽ കോമ്പിനേഷനിൽ 2 സെല്ലിന് അക്രോസ് ആയിട്ടും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്.
അത് ഉപയോഗിച്ചിട്ട് നമ്മൾ I1 ഉം I2 ഉം കണ്ടുപിടിച്ചോ. ഇനി നിങ്ങൾ ഇക്വേഷൻ 2 ഉം 3 ഉം എടുത്തിട്ട് ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I equals I1 ന്റെ വാല്യൂ E1 minus V by R1 plus I2 ന്റെ വാല്യൂ E2 minus V by R2. ഇത് നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പറ്റും. This is equal to E1 by R1 കണ്ടില്ലേ, പ്ലസ് ഇവിടെ ഉള്ള E2 by R2, പിന്നെ ഇവിടെ മൈനസ് V by R1, പിന്നെ ഇവിടെ മൈനസ് V by R2. ഇതിൽ മൈനസ് V പുറത്തേക്ക് എടുത്താൽ I equals E1 by R1 plus E2 by R2 minus V into 1 by R1 plus 1 by R2. നമ്മളിവിടെ V കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ LCM എടുക്കുക. LCM നിങ്ങൾക്ക് കിട്ടുക, ഇവിടെ LCM R1 R2 ആണ്, ഇവിടെയും LCM R1 R2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും I equals E1 R2 plus E2 R1 divided by R1 R2. ഇതിൻ്റെ LCM എടുക്കുക ചെയ്തത് കേട്ടോ. E1 into R2 plus E2 into R1 divided by R1 R2 minus of V into, അതേപോലെ ഇതിൻ്റെ LCM എടുക്കുക R2 plus R1 divided by R1 R2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക I equals E1 R2 plus E2 R1 divided by R1 R2 minus V into R1 plus R2 divided by R1 R2. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ R1 R2 ആണ്, ഇവിടെയും R1 R2 ആണ്, ഇല്ല? അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. I into R1 R2 equals E1 R2 plus E2 R1 minus V into R1 plus R2. അടുത്ത സ്റ്റെപ്പിൽ വിനെ ലെഫ്റ്റിലേക്കും ഐനെ റൈറ്റിലേക്കും കൊണ്ടുവരിക. V into R1 plus R2 equals E1 R2 plus E2 R1 minus I into R1 R2. അടുത്ത സ്റ്റെപ്പിൽ R1 R2നെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക കേട്ടോ. കണ്ടില്ലേ, V ഈക്വൽസ് ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. E1 R2 plus E2 R1 divided by R1 R2 minus of I into R1 R2 divided by R1 R2. അപ്പം നമുക്ക് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഞാൻ ഇക്വേഷൻ 4 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇക്വേഷൻ 4 ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതി. ഇതാണ് ഇക്വേഷൻ 4. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ സർക്യൂട്ടിലുള്ള ആ രണ്ട് സെല്ലുകളെ E1 E2 എന്നുള്ള രണ്ട് സെല്ലുകളെ ഞാൻ ഒരു സിംഗിൾ സെല്ല് കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. കണ്ടില്ലേ, ആ സിംഗിൾ സെല്ലിൻ്റെ EMF E, ഇവിടെ EQ എന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് E എന്ന് എടുക്കാം. ആ സിംഗിൾ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോളർ. അപ്പോൾ രണ്ട് സെല്ലുകൾക്ക് പകരം ഞാൻ ഈ സിംഗിൾ സെല്ല് ഓഫ് EMF E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ കറണ്ട് I ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ എനിക്ക് വിൻ്റെ ഇക്വേഷൻ എഴുതി കൂടെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ V ആണ്. V is equal to E minus I into small r. ഞാൻ ഇക്വേഷൻ എഴുതുക കേട്ടോ. V equals E minus small r. ഈ സെല്ലിന് പറയുക എ സെല്ല് ഹാവിങ് ആൻ ഇഫക്റ്റീവ് EMF E എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 5 എഴുതി കേട്ടോ. 5ഉം 4ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. 5ഉം 4ഉം വിൻ്റെ സ്ഥാനത്ത് V ഉണ്ട്, ഓക്കെ. ഇൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? E1 R2 plus E2 R1 divided by R1 R2. കണ്ടില്ലേ നിങ്ങൾ, ഇൻ്റെ സ്ഥാനത്ത് E1 R2 plus E2 R1 divided by R1 plus R2. ഐൻ്റെ സ്ഥാനത്ത് I ഉണ്ട്. അതേപോലെ സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? R1 R2 divided by R1 plus R2. അപ്പം നമ്മൾ 4ഉം 5ഉം കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും രണ്ട് വ്യത്യസ്ത സെല്ലുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് EMF വരിക. കണ്ടില്ലേ, ഇൻ്റെ സ്ഥാനത്ത് ഇതാ ഉള്ളത്, ഇഫക്റ്റീവ് EMF വരിക E1 R2 plus E2 R1 divided by R1 plus R2. അതുപോലെ അവിടെയുള്ള ഇഫക്റ്റീവ് ഇന്റർണൽ റെസിസ്റ്റൻസ് വരിക, നിങ്ങൾക്കറിയാം പാരലൽ ആകുമ്പോൾ ഇഫക്റ്റീവ് ഇന്റർണൽ റെസിസ്റ്റൻസ് വരിക R1 R2 divided by R1 plus R2. അപ്പം നമ്മളെ റിസൾട്ട് ഇതാണ്. when two different cells having different EMF and different internal resistances are connected in parallel, the net EMF അല്ലെങ്കിൽ effective EMF equals E1 R2 plus E2 R1 divided by
R1 plus R2. ഇത് നിങ്ങളൊന്ന് എഴുതി പഠിക്കണം സ്റ്റെപ്പ്, എന്നാൽ മാത്രമേ ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇനി അടുത്തത് മിക്സഡ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. ചിത്രം നോക്കുക. ഇവിടെ ഫസ്റ്റ് റോയിൽ n സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, n സെല്ലുകൾ. രണ്ടാമത്തെ റോയിലും n സെല്ലുകളുണ്ട്. അങ്ങനെ എത്ര റോസ് ഉണ്ട്? m റോസ് ഉണ്ട്. അപ്പോൾ വി ആർ ഹാവിങ് m rows of cells. Each row contains n cells. ഇനി സെല്ലുകളുടെ പ്രത്യേകത എന്താ? എല്ലാ സെല്ലുകൾക്കും ഒരേ EMF-ഉം ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? Each cell have same EMF and same internal resistance. They are connected in m rows. m rows ആണ്. And each row contains n cells. ഓരോ റോയിലും n സെല്ലുകളുണ്ട്. നമുക്കാദ്യം ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് റോയിലെ ടോട്ടൽ EMF എത്രയാണ് വരിക? ഈ റോയിലെ ടോട്ടൽ EMF, ഇവിടെ n സെല്ലുകളുണ്ട്, എല്ലാ സെല്ലുകളും ഈക്വൽ ആണ്, അതായത് സെയിം EMF-ഉം സെയിം ഇന്റർണൽ റെസിസ്റ്റൻസുമാണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലേ? n ഈക്വൽ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ EMF എത്രയാണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ EMF ഇസ് ഈക്വൽ ടു NE. n സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ ഇന്റർണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞത്? ഇവിടെ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R effective equals R plus etc. to n എന്നാണ് വരിക അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുക NR എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഒരു റോയിലുള്ള ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് NR ആണ്. അപ്പോൾ ഈ റോയിലെ ടോട്ടൽ EMF NEയും ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് NRുമാണ്. അങ്ങനത്തെ എത്ര റോ ഉണ്ട്? നമുക്ക് m റോസ് ഉണ്ട്. വി ആർ ഹാവിങ് m സച്ച് റോസ്. ഈ ചിത്രത്തിനെ നമുക്കൊന്ന് മാറ്റി വരച്ച് നോക്കാം. കണ്ടില്ലേ? ഫസ്റ്റ് റോയിലുള്ള എല്ലാ സെല്ലുകളെയും മാറ്റിയിടുകയാണ്. ഒരൊറ്റ സെല്ല് വെച്ചു. ആ സെല്ലിന്റെ EMF NE, ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് NR. അങ്ങനത്തെ m സെല്ലുകൾ ഉണ്ട്. ഈ m സെല്ലുകളും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ EMF എന്ത് വരും? എന്താ വരിക? ഒരേ ഐഡന്റിക്കൽ ആയിട്ടുള്ള സെല്ലുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഒരൊറ്റ സെല്ലിന്റെ EMF ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ അല്ലേ? പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകതയാണത്. So you can write total EMF is equal to NE. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. NR റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക 1/R effective equals 1/NR plus 1/NR plus etc. എന്ന് വരും. അങ്ങനത്തെ m റെസിസ്റ്റേഴ്സ് ആണുള്ളത്. You can write that is equal to m/NR. അങ്ങനെയാണെങ്കിൽ R effective എന്താ വരിക? NR/m. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിലെ ടോട്ടൽ EMF NE എന്നും ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് NR/m എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് ഫ്ലോയിങ് ഇസ് ഈക്വൽ ടു ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ EMF എന്താ നമ്മൾ പറഞ്ഞത്? NE. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? R plus NR/m. So you can write I is equal to NE divided by R plus NR/m. ഇതിനെ നിങ്ങൾ LCM എടുത്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. I is equal to MNE divided by MR plus NR. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റോ ആണ്. E എന്ന് പറഞ്ഞാൽ EMF. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. സ്മോൾ r എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെല്ലുകളുടെ ഗ്രൂപ്പിങ്ങിൽ പഠിക്കാനുള്ളത്. 3 കേസുകൾ: സെൽസ് ഇൻ സീരീസ്, സെൽസ് ഇൻ പാരലൽ, മൂന്നാമത്തെ എന്താണ്? മിക്സഡ് ഗ്രൂപ്പിംഗ്.